കോതമംഗലം KSRTCയുടെ രാമക്കൽമേട് ട്രിപ്പ് കോതമംഗലത്ത് നിന്നും രാമക്കൽമേട് വരെയുള്ള ട്രിപ്പിലെ കന്നിയാത്രയിലെ കോതമംഗലം മുതൽ ഇടുക്കി വരെയുള്ള പ്രകൃതി ദൃശ്യങ്ങളും യാത്രാവിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. KSRTC കോതമംഗലം ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ, KSRTCയുടെ ചങ്കം, യാത്രക്കാരുടെ മുത്തുമായ ശ്രീ ജെയ്സൺ ജോസഫ് മധുരമനോഹര ഗാനങ്ങളുമായി യാത്ര സംഭവ ബഹുലമാക്കുമ്പോൾ KSRTC കോതമംഗലം ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്റർ രാജീവൻ വളയം പിടിക്കുന്ന ഈ യാത്ര അത്യധികം ആഹ്ലാദപരവും ഉല്ലാസഭരിതവും ആവേശകരവുമായിരുന്നു. കോതമംഗലത്ത് നിന്ന് തുടങ്ങി മുള്ളരിങ്ങാട് ഫോറസ്റ്റ് വനമേഖല വഴി വെൺമണി, കഞ്ഞിക്കുഴി വഴി കട്ടപ്പന, ഇടുക്കിയിലേക്കായിരുന്നു ഞങ്ങളുടെ കാനന യാത്ര. ഒരു കൈക്കുഞ്ഞുൾപ്പെടെ 33 പേരടങ്ങുന്ന ടീം രാവിലെ 7 മണിക്ക് KSRTC സ്റ്റാൻഡിൽ നിന്നും തിരിച്ചു. 7:30 ഊന്നുകലിൽ നിന്ന് പ്രഭാത ഭക്ഷണം, രുചിയേറിയ പ്രഭാത ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ എല്ലാവരും യാത്ര തുടർന്നു. യാത്രയിലുടനീളം കോർഡിനേറ്ററും ഗായകനുമായ ശ്രീ ജെയ്സൺ ജോസഫിൻ്റെ മധുരമനോഹരമായ ഗാനാലാപനം സഞ്ചാരികളെ മനം കുളിർപ്പിച്ചു. ഒപ്പം സഞ്ചാരികളുടെ പെർഫോമൻസും. ഒരു 10 അംഗ കൂട്ടായ്മ പ്രത്യേകം തന്നെ ബുക്ക് ചെയ്ത് വണ്ടിയിലുണ്ടായിരുന്നു. അവരുടെ നൃത്തച്ചുവടുകളും ആലാപനങ്ങളും യാത്രയ്ക്ക് മാറ്റുകൂട്ടി. ഒപ്പം ജെയ്സൺ ജോസഫിൻ്റെ പഴയതും പുതിയതുമായ ഇമ്പമാർന്ന ഗാനാലാപനം സഞ്ചാരികൾ പലരും ഏറ്റുപാടിയപ്പോൾ യാത്ര മധുരമനോഹരം. പ്രകൃതി ദൃശ്യങ്ങൾ, പർവ്വതനിരകൾ, കുന്നും മാമലകളും, ഹിമശൈലങ്ങൾ, താഴ്വാരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, കാട്ടരുവികൾ, കാട്ടാറുകൾ, കുണുങ്ങിച്ചിരിച്ച് കിലുങ്ങിപ്പായുന്ന വെള്ളച്ചാട്ടങ്ങൾ, പച്ചപ്പ് പുതച്ച വനമേഖലകൾ, ഹരിതാപമായ പ്രകൃതി ദൃശ്യങ്ങൾ, കുത്തിയൊലിച്ച് ഒഴുകി വരുന്ന കാട്ടരുവികൾ, അങ്ങനെ യാത്രക്കാരുടെ കണ്ണിനും മനസ്സിനും ആഹ്ലാദമേകുന്ന ഒട്ടനവധി ദൃശ്യങ്ങൾ. ശരിക്കും ഈ യാത്ര വളരെ ആസ്വാദ്യകരവും അനുഭവവേദ്യവുമായിരുന്നു.
വെള്ളിച്ചേല ഉടുത്തതുപോലെ കാട്ടാറുകൾ, വെള്ളിക്കുരിശണിഞ്ഞ് കുലുങ്ങിച്ചിരിക്കുന്ന പ്രകൃതി, ഫോട്ടോയും വീഡിയോയും ഫോട്ടോഷൂട്ടുമായി സഞ്ചാരികൾ, വ്യൂ പോയിന്റുകളിൽ വാഹനം നിർത്തിയുള്ള ഗ്രാമക്കാഴ്ചകൾ, ഹൈറേഞ്ച് യാത്രകൾ, ഹൈറേഞ്ച് സീനറികൾ, അകലെ ആകാശവും പർവ്വതങ്ങളും മുട്ടിയുരുമി കഥകൾ കൈമാറുന്ന അസുലഭ ദൃശ്യങ്ങൾ. അങ്ങനെ ഈ യാത്ര വളരെയേറെ മനോഹരമായിരുന്നു. ഇതാണ് ഈ KSRTC ട്രിപ്പിലെ 10 അംഗ പെർഫോമൻസ് ടീം. വളരെ ഉത്സാഹത്തോടെ ആഹ്ലാദഭരിതരായി തുടക്കം മുതൽ യാത്രയുടെ അവസാനം വരെ നൃത്തച്ചുവടുകളും ഗാനാലാപനങ്ങളുമായി സഞ്ചാരികളെ ത്രസിപ്പിച്ച 10 അംഗ ടീം. താഴ്വാരങ്ങളും കുന്നുകളും താണ്ടി ഞങ്ങൾ ഒരു പാറമലയിലെത്തി. പടർന്ന് പന്തലിച്ച പാറ. പാറപ്പുറത്ത് ഏറ്റവും മുകളിലായി ഒരു വിള്ളൽ വീണ പാറ, തൂണുപോലെ മേൽക്കൂര പോലെ ഒരു പാറ നമുക്ക് കാണാൻ കഴിയും. ഈ പാറയിലൂടെ ചവിട്ടി ചവിട്ടി മുകളിലെത്തുമ്പോൾ അവിടെ ഒരു അമ്പലം ദൃശ്യമാകും. പാറ തുരന്ന് അതിനകത്താണ് പ്രതിഷ്ഠ. ഗുഹാക്ഷേത്രമെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ വരുന്ന യാത്രക്കാരെല്ലാവരും ഈ അമ്പലം ചുറ്റി മുകളിലെത്തി ഈ പാറയും അതിൻ്റെ പരിസരവും വിദൂര കാഴ്ചകളും വളരെ മനോഹരമായ ദൃശ്യ വിരുന്നൊരുക്കുന്നു. ഇതാണ് അമ്പലം. ഇത് വലിയൊരു പാറയിലാണ് ഇതിൻ്റെ പ്രതിഷ്ഠ. പാറയ്ക്കകത്താണ് ഇതിൻ്റെ പ്രതിഷ്ഠയുള്ളത്. ഞങ്ങൾ ചുറ്റും നടന്ന് കണ്ട് പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഈ മലമ്പ്രദേശത്ത് കൂറ്റൻ പാറയ്ക്ക് മുകളിൽ ആശ്വാസകരവും സന്തോഷവും സമാധാനവും വിളമ്പുന്ന ശാന്തത പ്രതീക്ഷിക്കുന്നവർക്ക് ഒരമ്പലം. വളരെ ഏകാന്തമായി ആൾത്തിരക്കൊഴിഞ്ഞ് ശാന്തസുന്ദരമായ ഭൂപ്രദേശം. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഇടുക്കി ഭൂപ്രദേശം. നല്ല തണുത്ത കാറ്റ്. കുളിര് കോരിയിടുന്ന കാറ്റ്.
ഒപ്പം ആസ്വദിക്കുന്ന സഞ്ചാരികൾ. അങ്ങകലെ മലമടക്കുകൾ ദോക്കത്താ ദൂരം വരെ നമുക്ക് കാണാൻ കഴിയും. തോട്ടങ്ങളും ഫാമുകളും കൃഷിയിടങ്ങളും ഗ്രാമങ്ങളും എല്ലാം ഒത്തൊരുമിച്ച് വളരെ മനോഹരമായ ദൂരക്കാഴ്ച. വനമേഖലയോട് ചേർന്നുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര അത്യധികം കൗതുകം നിറഞ്ഞതായിരുന്നു. പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഒരു അസുലഭ കാഴ്ച. ഇത് എറണാകുളം ഇടുക്കി ബോർഡറിലെ അസുലഭ കാഴ്ചകളാണ്. പ്രകൃതി അനുഗ്രഹിച്ച സൗന്ദര്യം കൊണ്ട് സമ്പുഷ്ടമായ ഇടുക്കി ജില്ല. സഞ്ചാരികളുടെ ഉത്സാഹം ഒട്ടും കുറവില്ല. ആത്മാർത്ഥമായ പെർഫോമൻസ്. അങ്ങനെ ഉച്ചയൂണിന് സമയമായി. നമ്മൾ ഹോട്ടലിലെത്തി. കുളിർക്കാറ്റേറ്റ് തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിൽ പെരിയാർ കഫേയിലെ ഉച്ചയൂണ് വളരെ ഗംഭീരമായി. ഹോട്ടലിൽ കയറിയപ്പോൾ തന്നെ നല്ലൊരു വാം അറ്റ്മോസ്ഫിയർ. അതിനോടൊപ്പം ചൂടാഹാരം, ചോറും ഫിഷ് കറിയും ഉൾപ്പെടെ ചൂടാഹാരവും വിളമ്പിയപ്പോൾ വളരെ ആശ്വാസകരമായി. തുടർന്ന് യാത്രയിൽ ഞങ്ങളൊരു തൂക്കുപാലം സന്ദർശിക്കാനെത്തി. 200 മീറ്ററിലധികം നീളമുള്ള തൂക്കുപാലം. ഈ പുഴയുടെ പേരറിയില്ല കേട്ടോ, പേര് ചോദിക്കാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തിലൂടെ നടന്നു തുടങ്ങി. മുൻപോട്ട് നടക്കും തോറും തൂക്കുപാലത്തിൻ്റെ ചാഞ്ചാട്ടവും അല്പം പരുങ്ങലും ഉണ്ടായിരുന്നു. താഴെ ഞങ്ങൾ വന്ന KSRTC ബസ് കാണാം. KSRTCയുടെ അഡ്വഞ്ചർ ട്രിപ്പ്. ഇരുവശവും നോക്കത്ത ദൂരം വരെ പരന്നു കിടക്കുന്ന പുഴ. അങ്ങകലെ മാനമുട്ടെ പർവ്വതനിരകൾ. ഞങ്ങൾ 2 ബസ്സുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ആലുവയിൽ നിന്നുള്ള ട്രിപ്പും കോതമംഗലം ഡിപ്പോയിലെ ബസ്സും. 2 ബസ്സുകളും ഈ പുഴയ്ക്ക് കുറുകെയുള്ള ചെറിയ പാലം കടന്ന് മറുകരയിലെത്തി ഞങ്ങളെ കാത്തു നിന്നു. പാലത്തിൽ മുൻപോട്ട് നടക്കുന്തോറും പാലത്തിന് കുലുക്കം കൂടുതൽ, ചെറിയ പേടിയും. എന്നാലും
ട്രിപ്പ് ഞങ്ങൾ വളരെയേറെ ആസ്വദിച്ചു. കോടമഞ്ഞ് പുതച്ച പർവ്വതനിരകൾ കാണാൻ നല്ല ചന്തം. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ഏവർക്കും പറ്റിയ ഒരിടം. പുഴ കടന്ന് ഞങ്ങളുടെ ബസ് മറുകരയിലെത്തി. തൂക്കുപാലത്തിലൂടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ മറുകരയെത്തി. അത് കഴിഞ്ഞ് വീണ്ടും ജനവാസ മേഖലയിലൂടെയുള്ള യാത്ര, ടൗണുകളും സിറ്റികളും കടന്ന് വീണ്ടും ഇടുക്കി ഡാം ലക്ഷ്യമാക്കിയുള്ള യാത്ര. കട്ടപ്പന പിന്നിട്ട് ദൂരെ മലനിരകളും പർവ്വതനിരകളും എത്തി നോക്കുന്ന കാഴ്ചകളും കണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. സഞ്ചാരികളുടെ ഹരമായ ഇടുക്കി പ്രകൃതി ദൃശ്യം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏവരുടെയും പറുദീസയായി നമ്മുടെ കൊച്ചു കേരളത്തിലെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ല. താഴ്വാരങ്ങളും വെള്ളച്ചാട്ടങ്ങളും കാട്ടാറുകളും കാട്ടരുവികളും മഞ്ഞുമൂടിയ പർവ്വതനിരകളും തോട്ടങ്ങളും വനമേഖലയും കൊണ്ട് സമ്പുഷ്ടമായ കേരളത്തിൻ്റെ സ്വന്തം ഇടുക്കി. ഇത്രയും മനോഹരമായൊരു ഭൂപ്രദേശം ഭൂമിയിൽ വേറെ എവിടെയും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു. നാം അറിയാതെ പറഞ്ഞു പോകും, അതെ, ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇത് ഇത്രയും ആസ്വാദ്യകരമാകുന്നത് കോതമംഗലത്ത് നിന്ന് ഇടുക്കിയിലേക്കുള്ള വനമേഖലയിലൂടെയുള്ള യാത്ര ആയതുകൊണ്ടുകൂടിയാണ്. മെയിൻ റൂട്ട് വഴി ഇത്രയും പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ ഇടുക്കി ഡാമിനടുത്തെത്തി.
അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം. എത്ര നോക്കി നിന്ന് ആസ്വദിച്ചാലും മതിയാകാത്ത വിധം പ്രകൃതി ഭംഗി. അങ്ങനെ ഏവരെയും മനം കുളിർപ്പിച്ച ഞങ്ങളുടെ KSRTC രാമക്കൽമേട് ട്രിപ്പ് അതിൻ്റെ ഇടുക്കി വരെയുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അസുലഭ കാഴ്ചകൾ കാണാൻ നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഈ സൗകര്യം ഒരുക്കിയ കോതമംഗലം KSRTCക്കും അതിൻ്റെ സാരഥികൾക്കും ഞങ്ങൾ താങ്ക്സ് പറഞ്ഞ് മടങ്ങി.